വിയറ്റ്നാമിലെത്തി രണ്ടാമത്തെ ദിവസം രാവിലെ എണീറ്റ് റെഡിയായി. ബാഗിൽ ഒരു 45 ലക്ഷം രൂപയുണ്ട്. അങ്ങനെ അതും എടുത്ത് പുറത്തേക്ക് കറങ്ങാൻ പോകാൻ നിൽക്കുകയാണ്. വെളിക്ക് ഇറങ്ങിയത് ഇതുപോലെ ഒരു സൈക്കിളുകാരനെ കണ്ടു. ഒന്നും നോക്കാണ്ട് അതിൽ കയറി ഇരുന്നിട്ട് നേരെ ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ചെറിയ സൈക്കിൾ വണ്ടിയാണെങ്കിൽ പോലും ഫാനൊക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ അങ്ങനത്തെ സൈക്കിൾക്ക് വരെ ഇവിടെ നമ്പർ പ്ലേറ്റുകൾ ഉണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും വിയറ്റ്നാമിലെ ഹനോയ് എന്ന് പറയുന്ന സ്ഥലത്തിൽ പ്രശസ്തമായ ട്രെയിൻ വരുന്ന സ്ഥലത്തെത്തി. അങ്ങനെ കുറച്ചു നേരം റെയിൽവേ പാളത്ത് കൂടെ നടന്ന് ട്രെയിൻ വരുന്നത് കാണാൻ വേണ്ടി നല്ലൊരു സ്ഥലം പിടിച്ചിട്ട് ഇപ്പൊ ട്രെയിൻ വരുന്നത് കണ്ടോണ്ടിരിക്കുകയാണ്. ഇത്ര അടുത്ത് നിന്ന് നമുക്ക് ട്രെയിൻ വരുന്നത് കാണാൻ പറ്റും. പിന്നെ ഞാൻ കൈരളി ട്രെയിൽസിന്റെ പാക്കേജ് എടുത്തിട്ട് വന്ന് അവര് സെറ്റാക്കിയ ഗൈഡാണിത്. ആളുടെ പേര് കെൻ എന്നാണ്. കെൻ എന്നെ പരിചയപ്പെട്ടതും വെറൈറ്റി ഭക്ഷണം കഴിക്കാൻ പോയാലോ ചോദിച്ചു. അങ്ങനെ കെൻ എന്നെ കൊണ്ടുപോയതാണെങ്കിലോ ഇതുപോലെ ജീവനുള്ള പുഴുക്കളൊക്കെ വറുത്ത് കൊടുക്കുന്ന സ്ഥലത്തേക്ക്. ഇതൊക്കെ എങ്ങനെയാണോ അപ്പോൾ നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ അതിൽ തന്നെ നോക്കി വെള്ളം ഇറക്കിയിട്ടിരിക്കുന്നു. നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും കഴിക്കലാവില്ല എന്ന് പറഞ്ഞ് വേറൊരു റെസ്റ്റോറന്റിൽ വന്നിരുന്ന് മാംഗോ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റോറന്റിന്റെ ഓണർ കാര്യമായിട്ട് എന്തോ സീരിയൽ കണ്ടോണ്ടിരിക്കുകയാണ്. കെന്നാണെങ്കിൽ എന്തൊക്കെയൊക്കെ കോമഡി പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പക്ഷെ എതിരെയുള്ള ആൾക്ക് ഒരു ചിരി പോലും വരുന്നില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ കുടിച്ച മാംഗോ ജ്യൂസിന്റെ പൈസ ഞാൻ കൊടുക്കുമ്പോഴേക്കും ഇദ്ദേഹം കൊടുത്തു വിട്ടാ. നല്ലൊരു മനുഷ്യൻ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മുട്ടച്ചായ കിട്ടുന്ന ഒരു കടയുണ്ട്. ഇപ്പൊ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഏതോ പാർട്ടി ഓഫീസിന്റെ ഉമ്മറത്ത് കൂടെ നടക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ എല്ലാ ഭാഗവും ഇങ്ങനെയാണ്. അങ്ങനെ പോണ വഴിക്ക് കുറച്ച് കുട്ടികൾക്ക് ടാറ്റയൊക്കെ കൊടുത്ത് നേരെ നമ്മൾ മുട്ടച്ചായ കിട്ടുന്ന കടയെത്തി. മുട്ടച്ചായക്ക് 60,000 രൂപയാണ്. ഞാൻ 1,00,000 നോട്ട് എടുത്ത് കൊടുത്തു. അങ്ങനെ ടോക്കൺ നമ്പർ 92. ഇവിടെ വരുന്ന എല്ലാ ആളുകളും അവരുടെ ഓർമ്മകൾ ഇതുപോലെ ചുമരിൽ ഫോട്ടോ പോലെ ഇതുപോലെ ഒട്ടിച്ചിട്ട് പോകും. അങ്ങനെ എഗ് കോഫി വന്നപ്പോൾ അത് കുടിക്കുകയാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നുള്ള നല്ല ഓർമ്മകൾ ഇതുപോലെ എഴുതി ഇത് വെക്കാൻ വേണ്ടി നല്ല സ്ഥലം നോക്കുകയാണ്. അവസാനം നമ്മൾ ഏറ്റവും അടിയിൽ ഒട്ടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഫയ്ക്ക് ഒരു ബായ് കൊടുത്തിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യൻ പതാക കണ്ടപ്പോൾ ഒരു പ്രത്യേക ഫീല്. പിന്നെ ഡൽഹിയിൽ നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടണമെന്ന് മനസ്സിൽ നല്ലപോലെ ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു തടാകോരത്ത് വന്നിരിക്കുന്ന സമയത്ത് കുറച്ച് പേര് കാറ്റുകൊണ്ടിരിക്കുക, ചിലവർ സീർട്ട് വലിച്ചിട്ടിരിക്കുക, മറ്റു ചിലർ ഡാൻസ് കളിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഒരു അപ്പൂപ്പൻ ഇത്രയും വയസ്സായിട്ട് പോലും അടിപൊളി അഭ്യാസങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ തിരിച്ച് ഞാൻ റൂമിലേക്ക് നടന്ന് വൈകുന്നേരത്തെ ഡ്രസ്സ് മാറി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വെളിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുപോലെ ചെറിയ 2 സാധനങ്ങൾ വാങ്ങുമ്പോഴേക്കും ഏകദേശം 50,000 രൂപയായി. അങ്ങനെ എൻ്റെ ഉണ്ടായിരുന്ന 1,00,000 രൂപന്റെ നോട്ട് എടുത്തു കൊടുത്ത് ബാക്കി വാങ്ങിച്ച് തിരിച്ച് നേരെ റൂമിക്ക്. അപ്പൊ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വരാം. ബൈ.